നമസ്കാരം. മുഖ്യമന്ത്രിക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസ് വകുപ്പിനെ പറ്റി നേരത്തെ തന്നെ വിമർശനമുയർന്നതാണ്. പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല, പാർട്ടി പക്ഷത്തു നിന്നും. കണ്ണുരുട്ടി മുഖ്യമന്ത്രി അതിന് തടയിട്ടു. ആ തട പൊളിഞ്ഞു വീണിരിക്കുന്നു. കേരളം ഇടിയൻ പോലീസിന്റെ നരനായാട്ടു കണ്ട് നടുങ്ങുകയാണ്. മൂന്നാമൂഴം കൂടിയായാൽ അടിയും ഇടിയും ചോരകുടിയിലെത്തുമോ എന്നാണ് ഭയം. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. എതിർമുന്നണിയെ മുട്ടുകുത്തിക്കാമെന്ന് മനപ്പായസം ഉണ്ട മുഖ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പ് തന്നെ ഇരുട്ടടി നൽകിയോ? ഇടിയന്മാരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര മടി? ഇടിയന്മാർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം കേരളം വകവെച്ചു കൊടുക്കുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അടി ഇടി മറുപടിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗിൽ നിന്നും പി.കെ. നവാസ്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി. ആസഫ് അലി, മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നേമം ഷജീർ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം CPM സഹയാത്രികൻ റെജി ലൂക്കോസും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ പി.കെ. നവാസ്, എന്തുകൊണ്ടാകാം ഈ 6ാം ദിവസവും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? മുഖ്യമന്ത്രിക്ക് വേദികളില്ലാത്തതല്ല. ഇന്ന് പാലക്കാട് അടക്കം അദ്ദേഹത്തിന് വേദി ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം എന്തുകൊണ്ട്? ശ്രീ വേണു, തീർച്ചയായും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന് മുഖ്യമന്ത്രിയുടെയും മൗനം തന്നെയാണ്. നമുക്കറിയാം, സഭക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട്. സേനയുടെ മനോവീര്യം തകർന്നു പോകും. പോലീസിനെതിരെ വിമർശനം ഉണ്ടായപ്പോൾ സഭക്കകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാചകമാണ്. ഇപ്പോൾ ആരുടെ മനോവീര്യമാണ് തകർന്നിരിക്കുന്നത്? വേണു, കഴിഞ്ഞ ഒരാഴ്ചയായി പുറത്തു വരുന്ന വാർത്തകൾ, അതിലെ ദൃശ്യങ്ങൾ, പകച്ചു നിൽക്കുന്ന ഒരു ജനസമൂഹമുണ്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ ജീവൻ അപഹരിക്കുകയും അവരെ അപായപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പറയുന്ന വാർത്തകളും ചിത്രങ്ങളും കണ്ട് പോലീസ് സ്റ്റേഷനെക്കുറിച്ച് ഭയാശങ്കപ്പെടുന്ന ഒരു ജനത കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ക്ലാരിറ്റി വരുത്തേണ്ടത് ആരാണ്? സ്വാഭാവികമായും അവിടെ ക്ലാരിറ്റി വരുത്തേണ്ടതും ജനങ്ങൾക്ക് വ്യക്തവരുത്തി കൊടുക്കേണ്ടതും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതുവരെ നിശബ്ദമായി നിൽക്കുന്നത് അത് കുറ്റകരമായ അദ്ദേഹത്തിൻ്റെ നിശബ്ദതയാണെന്ന് പറയാതിരിക്കാനാവില്ല. അദ്ദേഹം മാത്രമല്ല, ശ്രീ വേണു, നിങ്ങളുടെ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ജോണി ലൂക്കോസ് സാർ എത്തും എന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം എത്തും എന്ന് നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു ചാനൽ ചർച്ചയിലാണ് ഉള്ളത്. അതെ, അദ്ദേഹം എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അദ്ദേഹം മറ്റൊരു ചാനൽ ചർച്ച കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന CPM നേതാവ് ആരാണ് എന്നാണ് നോക്കാറ്. CPMന്റെ ഒരു നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും അവർക്ക് തയ്യാറായിട്ടില്ല. ഇടതു സഹയാത്രികരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന DYFIയുടെ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പോലും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പോലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം മുഖം കെട്ടാണ് കേരളത്തിന് ആഭ്യന്തര റെജി ലൂക്കോസ്, ഇവിടെ പരമപ്രധാനമായി നവാസ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ മുഖ്യമന്ത്രി ഒരു വലിയ പ്രളയം വന്നപ്പോൾ, അല്ലെങ്കിൽ കോവിഡ് പോലൊരു മഹാമാരി വന്നപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് വന്നത് എന്തിനായിരുന്നു? ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക, ജനങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന കാര്യപ്രാപ്തിയുണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തിനെന്ന് ബോധ്യപ്പെടുത്തുക. സർക്കാരും ജനങ്ങളും രണ്ടല്ല, അങ്ങനെ ഒരു വേർതിരിവില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അത്രയും പ്രതീകാത്മകമായ ഇടപെടൽ. അപ്പോൾ ഇവിടെ നവാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എന്നത് സർക്കാരിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല, കൃത്രിമ ദൃശ്യങ്ങളല്ല. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത് എങ്കിൽ, അത് നടക്കുന്നതാണ് എങ്കിൽ, ആ ജനതയെ ഇവിടെ നിയമവാഴ്ച ഇങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പരമപ്രധാനമായി മുഖ്യമന്ത്രിക്കാനുള്ളത്. ആ മുഖ്യമന്ത്രി എവിടെ? തികച്ചും ന്യായമായ ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ നിലവിൽ വരുന്നത്. ആദ്യം തന്നെയുള്ള മറുപടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി എന്തു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒരു ഭരണകർത്താവിനെ വിലയിരുത്തുന്നത്. കേരള സർക്കാരിൻ്റെ കൃത്യമായ നിലപാടെന്താണെന്നുള്ളൊരു ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞ എന്താണ്? ഈ വിദ്യാഭ്യാസ മന്ത്രി പറയേണ്ട വിഷയമല്ല ഇത്. ജനങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കേണ്ട വിഷയമല്ല ഇത്. ഒരു മുഖ്യമന്ത്രി അറിയാതെ കണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരിച്ചുകൂടെ ശ്രീ റെജി ലൂക്കോസ്? അല്ല, മുഖ്യമന്ത്രി
അല്ല, മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണം എന്ന് പറയുന്നതിന് നിങ്ങൾ വാശി പിടിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അല്ലല്ല, വെറുതെ സല്യൂട്ട് മാത്രം വാങ്ങിയാൽ പോരാ. വെറുതെ അകമ്പടി വാഹനങ്ങളുടെ വലിയ നിര വിന്യസിച്ചാൽ മാത്രം പോരാ. ആരാണ് സല്യൂട്ട് നൽകുന്നത്? ഏത് അകമ്പടി വാഹനത്തിന്റെ നിരയാണ് വരുന്നത്? ആ കൂട്ടർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഏറ്റവും പരമപ്രധാന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. കാരണം മുഖ്യമന്ത്രിയിലാണ് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ ഉള്ളത്, അദ്ദേഹത്തിന്റെ വകുപ്പാണ് എന്നതുകൂടാതെ. അതിനുള്ള മറുപടി വളരെ സിമ്പിളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി ഈ വിവരങ്ങൾ വിശദീകരിച്ചാൽ മുഖം നഷ്ടപ്പെടുന്നത് UDF-ലാണ്. കാരണം 2012 ഒരു മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന്റെ മണ്ഡലമായ കോന്നിയിൽ ഒരു 19 വയസ്സുകാരനെ SFI പ്രവർത്തനം തല്ലിച്ചതച്ചാണ് ജീവിതം തകർത്തിട്ട് 4.5 വർഷക്കാലം അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ട് മാത്രമല്ല ആ ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്ത ഒരു സർക്കാരാണ് UDF ഭരിച്ചത്. പിന്നെ അയാൾക്ക് നീതി കിട്ടാനായിട്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച അക്കാലത്ത് അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ കാര്യമാണെങ്കിൽ എന്ത് നീതി കിട്ടി? ആ നീതിയിലേക്ക് തന്നെ വരുന്നത്. ഇന്ന് ആ ജയകൃഷ്ണൻ എന്നോടൊപ്പം ഒരു ചർച്ചയിലുണ്ടായിരുന്നു. ജീവനോടെ ആ മനുഷ്യൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? അദ്ദേഹം അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ആ പരാതി കൊടുത്തു. നിലവിൽ അയാളെ വെള്ളപൂശിയ റിപ്പോർട്ട് മാറ്റിവെക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് ഈ ചെറുപ്പക്കാരൻ്റെ രീതിയിലുള്ള നിവേദനത്തിനനുസൃതമായ രീതിയിൽ നടപടി സ്വീകരിക്കാൻ ഉത്തരവ് കൊടുത്തു. ആ ഉദ്യോഗസ്ഥന് അടുത്ത ദിവസം തന്നെ അതിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ജയകൃഷ്ണൻ തണ്ണിത്തോടിന് UDF-ന്റെ കാലത്ത് ഒരു ദുരനുഭവം ഉണ്ടായി. 9 വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ അത് അദ്ദേഹം തന്നെ പോയി നേരിട്ട് ബോധ്യപ്പെടുത്തി. അപ്പോൾ പഴയ സ്വന്തം വകുപ്പിൽ തന്നെ ഈ പറയുന്ന മധു ബാബുവിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടുകൾ മാറ്റിവെക്കൂ, ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കൂ എന്ന് നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുന്നു. ഇതൊക്കെ റെജി ലൂക്കോസിന് അഭിമാനകരമായി തോന്നുന്നുണ്ടാകാം. ഇതൊരു ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ മാത്രം പ്രശ്നമല്ല. ജയകൃഷ്ണൻ തണ്ണിത്തോടിന് നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു വിഷയവുമല്ല. മുഖ്യമന്ത്രി ഒരു നിവേദനം ഗൗരവത്തോടെ പരിഗണിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തോട് പറഞ്ഞുവെങ്കിൽ അവിടെ തീർക്കുന്ന ഒരു വിഷയവുമല്ല ഇതിപ്പോൾ ഒരു പൊതു താല്പര്യം ഉൾപ്പെട്ട വിഷയമാണ്. ഇത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികളുടെ പ്രവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ വ്യക്തതയോടുകൂടി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അത് ജനങ്ങളെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള പ്രതികരണത്തിലൂടെ തന്നെയാണ് നിർവഹിക്കപ്പെടേണ്ടത്. അതെന്തേ ഉണ്ടാകുന്നില്ല? അതിലെ അമാന്തം ആരെ രക്ഷിക്കാൻ? 1 മിനിറ്റ് സമയം തന്നാൽ ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെതിരെ നടപടി സ്വീകരിക്കുകയും പൗരന്റെ മേൽ മേക്കിട്ട് കയറുകയും ചെയ്യുന്ന ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ദുഷ്ടന്മാരായ ഉദ്യോഗസ്ഥന്മാരെ 108 പേരെ പിരിച്ചുവിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 19ഓളം ഉരുട്ടിക്കൊരു 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായി. ഒരു കോൺസ്റ്റബിളിന്റെ പേര് നടപടി ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ആകുമ്പോഴാണ് ഉദയകുമാറിനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഭീകരമായ UDF-ഉം LDF-ഉമായുള്ള താരതമ്യം അവിടെ നിൽക്കട്ടെ. UDF-ഉം LDF-ഉമായുള്ള താരതമ്യം അവിടെ നിൽക്കട്ടെ. അല്ലല്ല, ഒരു സെക്കൻഡ് റെജി ലൂക്കോസെ, ആ താരതമ്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. ആ കാര്യത്തിൽ കൃത്യമായൊരു ബോധ്യപ്പെടുത്തൽ സമൂഹത്തിന് മേൽ വേണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. കാരണം ഭയചകിതരാണ് ജനതയെങ്കിൽ അതങ്ങനെയല്ല ഇവിടുത്തെ നിയമവാഴ്ച എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അത് മറ്റേത് ഉത്തരവാദിത്തത്തെക്കാൾ അപ്പുറം. കാരണം ഈ ഷീജ എന്ന് പറയുന്ന സ്ത്രീ, ഈ പറയുന്ന സുജിത്തിന്റെ അമ്മ, അവർ പറഞ്ഞത് എന്താണ്? അവർ എത്രമാത്രം വലിയ ദുഃഖത്തിലൂടെയും യാതനയിലൂടെയുമാണ് കടന്നു പോയത് എന്നതാണ്. അല്ലേ? നാളെ ഏതൊരാൾ സുജിത്താകും, ഏതൊരാൾ ഷീജയെ പോലെയാകുമെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയുണ്ട്. ആ കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. അത്തരം നീക്കങ്ങളിൽ അപരിചിതത്വമുള്ള ഒരാളല്ല മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ഈ 6 ദിവസത്തെ മൗനം എന്തുകൊണ്ട് എന്നത് ഗുരുതരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി വളരെ സിമ്പിളാണ്. അതായത് സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയം പോലും നോക്കാതെ കണ്ട് സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പൈശാചികമായിട്ട് ക്രൂരമായി വേട്ടയാടുകയും മർദ്ദിക്കുകയും ചെയ്ത, അതായത് കർണവടം പോലും തകർത്ത ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ അവരിന് കാക്കിയിടാൻ പാടില്ല എന്ന് നിലപാടെടുത്തവരെ ഞങ്ങളെപ്പോലുള്ള ഒരു ചാനൽ ചർച്ചകൾ വേണം. ആ ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുറത്തു വന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ ഇതിനു മുൻപ് കണ്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരുടെ ഒരു നിര തന്നെയുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടതെങ്കിൽ ജനങ്ങൾ അത് മാത്രമല്ല അറിയുന്നത്, ജനങ്ങൾ ഇതെല്ലാം അറിയുകയും ജനങ്ങൾ അങ്ങേയറ്റം ആശങ്കയിലാവുകയും ചെയ്യുന്നുവെങ്കിൽ അതിൽ
പ്രത്യക്ഷത്തിൽ തന്നെ വന്ന് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ ഭാരം കൂടുതലാണ് മുഖ്യമന്ത്രിക്ക്. ആ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി നിർവഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? നവാസ്, എൻ്റെ ഒരേ ചോദ്യം തന്നെ പല ആവർത്തി ഞാൻ ശ്രീ റെജി ലൂക്കോസിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ ശ്രീ നവാസ്? അല്ല, ഒരു ന്യായവുമില്ല എന്ന് ഞാൻ പറയാം ശ്രീ മാത്രമല്ല, റെജി ലൂക്കോസ്. മുഖ്യമന്ത്രി തന്നെ എന്തിന് പ്രതികരിക്കണമെന്ന് വാശി പിടിക്കുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് ചോദിച്ചത്. മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണമെന്ന് വാശി പിടിക്കാൻ കാരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ റെജി ലൂക്കോസ് സാർ പറയാണ്, ഞാൻ അഭിമാനിക്കുന്നു, ഞങ്ങളൊക്കെ ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന നിലപാടെടുത്ത ആളുകളാണ് എന്ന് തൊട്ട് സാർ ഈ വീഡിയോ പുറത്തു വന്ന അന്ന് തൊട്ട് ഞാനും താങ്കളും വേണും ഉൾപ്പെടെ ഈ പാനലിരിക്കുന്നവരൊക്കെ അന്നല്ലേ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ 4 പോലീസുകാർ എന്തെങ്കിലും ചെയ്തതിന് പിണറായി വിജയൻ എന്തു പഴിച്ചു എന്ന നിഷ്കളങ്കമായ ചോദ്യമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി എന്ത് പഴിച്ചു, ഏതോ ഒരു പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർ ചെയ്തതല്ലേ എന്നാണ്. അങ്ങനെ മാത്രമാണോ പീച്ചിയിലെ സംഭവമായാലും കുന്നംകുളത്തെ സംഭവമായാലും കോഴിക്കോട്ടെ സംഭവമായാലും ബഹുമാനപ്പെട്ട ദളിത് സ്ത്രീയായിട്ടുള്ള ബിന്ദുവിന്റെ സംഭവമായാലും ഇതിനകത്തൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്ന് കേരളം വിശ്വസിക്കണം എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ശ്രീ വേണു, അങ്ങനെ നിഷ്കളങ്കമായിട്ടാണോ നമ്മൾ കരുതേണ്ടത്? നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും സുസജ്ജമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് സിസ്റ്റം നമുക്കുണ്ട്, ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട്. അതിനൊരു DGPയുടെ കീഴിൽ ADGP ഇന്റലിജൻസ് ഉണ്ട്, അതിന് കീഴിൽ IG ഉണ്ട്, DIG ഉണ്ട്, ജില്ലാ തലങ്ങളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റുകളുണ്ട്, അത് പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. ഈ യൂണിറ്റുകളിൽ നിന്നൊക്കെ എല്ലാ ദിവസവും ഹോം മിനിസ്റ്ററുടെ ടാബിളിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഫാക്സായോ നേരിട്ടോ ഈ ADGP റിപ്പോർട്ട് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ പറയുന്ന കുന്നംകുളത്തെ സംഭവത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ടാബിൾ വന്നിട്ടുണ്ടാവില്ലേ? RTI കൊടുക്കുമ്പോൾ RTI വന്നിട്ടുണ്ടെന്ന് അറിയില്ലേ? RTI നിരാകരിക്കുമ്പോൾ അതറിയില്ലേ? ഏറ്റവും അവസാനം തന്റെ പോലീസ് വകുപ്പിനകത്ത് ഏറ്റവും ക്രൂരമായ വീഡിയോ RTI ഉപയോഗിച്ച് കൊടുക്കാതിരുന്നിട്ടും നിയമപരമായ പോരാട്ടത്തിലൂടെ അവർ നേടിയെടുത്തിരിക്കുന്നു എന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പിൽ ഉണ്ടാവില്ലേ? മാത്രമല്ല ഈ കുന്നംകുളം സംഭവത്തിന്റെ ഭാഗമായി ഇത് പുറത്തു വരുമെന്ന് വന്ന ഘട്ടത്തിൽ ഇറങ്ങിയതും മുഖ്യമന്ത്രിയുടെ അറിവിൽ ഉണ്ടാകുമല്ലോ. ഈ പറയുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ഇനി ശ്രദ്ധാപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. അത് പൊതുസമൂഹം കാണും, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കും. അതുകൊണ്ട് മുൻകരുതൽ വേണമെന്ന്. ഇതൊന്നും മുഖ്യമന്ത്രി അറിയാതിരിക്കുമെന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക? ഒരിക്കലും കഴിയില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ നേരത്തെ തന്നെ താങ്കൾ സംസാരിക്കുമ്പോൾ വീണു സംസാരിക്കുമ്പോൾ പറഞ്ഞു അത്ഭുതത്തോടു കൂടി ആ വാർത്ത കേട്ടു. രജി സാർ പറഞ്ഞു നാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത് എന്ന്. എന്നാൽ ഒരു നാണവുമില്ലാതെ ഒരു അത്ഭുതവുമില്ലാതെ ആ വീഡിയോ കണ്ട കൂട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെ കുറിച്ച് അറിയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിങ്ങിന്റെ സിസ്റ്റത്തെ കുറിച്ച് അറിയുന്ന നമുക്കാർക്കും ഒരു സംശയവുമില്ല. അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കസാര ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ്. ഇത്രയേറെ വിവാദമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടന്ന് തന്റെ പോലീസ് വകുപ്പിനകത്ത് നിന്ന് കോടതി ഉത്തരവോട് കൂടി ഒരു വീഡിയോ അവിടെ നേടിയെടുക്കുകയും അത് വിവാദമാവുകയും ചെയ്യുമ്പോൾ അത് കാണാത്ത ഒരാളാണ് മന്ത്രി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത്ര നിഷ്കളങ്കരല്ല ശ്രീ റെജി ലൂക്കോസ്. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് അത് കാണുകയും എന്നാൽ ഞെട്ടാതിരിക്കുകയും താങ്കൾ ഇപ്പോൾ ലജ്ജിച്ച പോലെ ലജ്ജിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത് എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ വേണു, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു, തുടർച്ചയായി സംഭവിക്കുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് തുടർച്ചയായി സംഭവിക്കുന്നു ചോദിച്ചാൽ ഇതിൽ കൃത്യമായ നടപടിയുണ്ടോ? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 86 സബ്സെക്ഷൻ 3 പ്രകാരം ഇത്തരം ആളുകൾ എന്തു ചെയ്യണമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ടെങ്കിൽ ഡിസ്മിസ് അല്ലെങ്കിൽ റിമൂവ് അല്ലെങ്കിൽ കമ്പൽസറി റിട്ടയർമെന്റ് അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പൊ ഈ കേസിൽ തന്നെ, കുന്നംകുളത്തെ കേസിൽ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്, അന്വേഷിച്ച SP-യും DYSP-യും സംരക്ഷണത്തിന്റെ കവചമൊരുക്കി പ്രഥമ ദൃഷ്ടിയാൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തന്റെ കീഴുദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മേലുദ്യോഗസ്ഥനായ DYSP-യും SP-യും തീരുമാനിച്ചു. നമുക്കറിയാലോ കേരളത്തിൽ അങ്ങനെ SP-മാരെ സംരക്ഷിക്കുന്ന ADGP-മാരുണ്ട്. മലപ്പുറം ജില്ലയുടെ SP ആയിരുന്ന സുജിത് ദാസിനെ സംരക്ഷിച്ചത് ADGP അജിത് കുമാർ ആയിരുന്നു. മുഖ്യമന്ത്രി അറിയാതിരിക്കുന്നു എന്ന് കരുതാനേ കഴിയുകയില്ല. അതിനുള്ള ഒരുപിടി ഉദാഹരണങ്ങളാണ് നവാസ് ഇവിടെ ചൂണ്ടിക്കാട്ടത്. ശരി നവാസ്, വേഗം പൂർത്തിയാക്കിക്കോളൂ. ഞാൻ പറഞ്ഞു, ആ ADGP-യെ സംരക്ഷിച്ചിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. ആ സംരക്ഷണത്തിന്റെ നൂൽബന്ധം അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം ദർവേഷ് സാഹിബ് ഈ ADGP കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും കൊടുത്തിട്ടുണ്ട് ഈ ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് തള്ളാതെയുള്ള ശുപാർശ. ശ്രീ റെജി ലൂക്കോസ്, ചില കാര്യങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. ഇപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരെ ആലപ്പുഴയിൽ തലതല്ലി പൊളിക്കുന്ന അദ്ദേഹത്തിന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരുടെ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി കൃത്യമായി കണ്ടിരുന്നല്ലോ.
അതുമായി ബന്ധപ്പെട്ടുമുണ്ടായിരുന്നു ദൃശ്യങ്ങൾ. ഈ പറയുന്ന ദൃശ്യങ്ങളൊന്നുമില്ല എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ തലപൊട്ടിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ കൊടുക്കാൻ തയ്യാറായപ്പോൾ അത് വാങ്ങിയില്ല പോലീസ് എന്ന്. ദൃശ്യങ്ങളില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ റെജി ലൂക്കോസ് ആലപ്പുഴയിലെ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണോ? മുഖ്യമന്ത്രി കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണോ? അപ്പോൾ ദൃശ്യങ്ങളില്ല എന്ന പച്ച നുണ പറഞ്ഞു. പിന്നീട് കോടതി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ആ ദൃശ്യങ്ങൾ എത്തിക്കുകയും അവർക്കെതിരായിട്ടുള്ള തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. എത്ര നാളാണെന്നിട്ട് ഈ ഗൺമാൻ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതിരുന്നത്? അവസാനം ആലപ്പുഴയിൽ നിന്ന് പോലീസ് ഈ പറയുന്ന ഗൺമാനെ തേടി തിരുവനന്തപുരത്തേക്ക് പോവുകയല്ലേ ചെയ്തത്, അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആരെയൊക്കെയാണ് പരിരക്ഷിക്കേണ്ടത് കൃത്യമായി അറിയാം. എവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇല്ല എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് പറയാനും അറിയാം. ആ മുഖ്യമന്ത്രി അതുകൊണ്ട് 6 ദിവസം നീണ്ടു നിൽക്കുന്ന മൗനത്തിൽ ഒളിക്കുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ്. ശ്രീ റെജി ലൂക്കോസ്, അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള തെറ്റായൊരു വായനയാണ്. കാരണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ സേനയ്ക്ക് വന്ന മാറ്റങ്ങൾ വിഷ്വലായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് ബഹുമാനപ്പെട്ട വേണുവിനും അറിയാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസിനും അറിയാം. അതേ അധികാരത്തിലേക്കുമ്പോൾ കേരളത്തിലെ ദേശീയ ക്രൈം റിപ്പോർട്ടിന് പ്രകാരം കേരളത്തിലെ പോലീസുകളിലെ ക്രിമിനലുകളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6%. അത് നാഷണൽ ലെവലിൽ 12%. ഇപ്പോഴത് 4% മാറ്റി, 4% കുറച്ചു. ഒരു കാര്യം ഞാൻ പറയാം, അത് നവാസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പൗരന്മാരെ വർദ്ധിക്കുന്നവരെ നടപടി സ്വീകരിക്കണം. തീർച്ചയായിട്ടും ജനാധിപത്യത്തിലേക്ക് നമുക്കുള്ള അവകാശം എന്താ? താങ്കൾ ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ പറയുകയും അതുപോലെ തന്നെ 114 താങ്കളും അല്ല 114 പേരെ ഉൾപ്പെടെ പിരിച്ചുവിട്ടു എന്നൊക്കെയുള്ള കണക്കുകൾ പറയുമ്പോൾ അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഈ പറയുന്ന പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള 9 വർഷത്തിൽ 8 വർഷത്തെ കണക്കുകൾ. അത് ലോക്സഭയിൽ തന്നെ വെച്ചിട്ടുള്ള കണക്കുമാണ്. അതുപ്രകാരം 17 ഈ പറയുന്ന ലോക്കപ്പ് മർദ്ദനത്തിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയ തലത്തിൽ 6ാം സ്ഥാനത്താണ് കേരളം ഈ മേഖലയിൽ. അപ്പോൾ അത്തരം കണക്കുകൾ കൂടെ സമാന്തരമായിട്ടുണ്ട്. റെജി ലൂക്കോസ്, ഞാനങ്കിലേക്ക് വരാം. ശ്രീ ടി ആസഫ് അലി, ഇവിടെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചാൽ മതിയോ? അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നൊരു സമാശ്വാസ വാഗ്ദാനമാണോ ഈ കാര്യത്തിൽ കേരള സമൂഹം അർഹിക്കുന്നത്? ഇതിൽ ഒന്നാം പ്രതി ആരാണ്? സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. ഈ ഭീകരത മുഴുവനും ആ നിമിഷം ആഭ്യന്തരമന്ത്രി അറിഞ്ഞിരിക്കും. മുഖ്യമന്ത്രി എന്ത് തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിന് നിന്ന് കൈയൂരാൻ പറ്റില്ല. ഇപ്പം നമ്മളെല്ലാം ഈ ചിത്രം കാണുന്നത് CCTV ദൃശ്യത്തിൽ കൂടിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇടിമുറികളായി മാറി അവിടെ നടക്കുന്ന ഭീകര കൊലപാതകങ്ങൾ, ഭീകര താണ്ഡവങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്ന എന്താണ്? പോലീസുകാരെല്ലാം ക്രിമിനലുകളായി മാറിയിരിക്കുന്നു. ക്രിമിനലുകൾ പോലീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഓരോ ദിവസം പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ഭീകര സംഭവം. ഈ 2.5 കൊല്ലം മുഖ്യമന്ത്രി എന്താക്കുകയായിരുന്നു? ഒന്ന്, ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒരു നടപടി എടുത്തെങ്കിൽ പോലീസുകാരൻ അതൊരു പാഠമായേനെ. നമ്മളെ മുകളിൽ ഒരു ഡിസിപ്ലിനറി അതോറിറ്റി ഉണ്ട്. ഇവിടെ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് അല്ലേ നമ്മൾ കാണുന്നത്? ഭരണമുണ്ടോ? മുഖ്യമന്ത്രി മൗനിയായിരിക്കുന്നു. അദ്ദേഹം മൗനി ബാബയാണ്. കഴിഞ്ഞ 6 ദിവസം ഒന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസിനെ ക്രിമിനലുകളാക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. പോലീസിലെ ക്രിമിനലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കലൈസേഷൻ. പോലീസിന്റെ ചുമതല എന്താണ്? ക്രമസമാധാന പാലനമാണ് പരമപ്രധാനം. രണ്ടാമത്തെ എന്താണ്? ടു പ്രിവെന്റ് ഡിറ്റക്ട് ക്രൈംസ് ആണ്. കുറ്റകൃത്യം തടയുക, കണ്ടുപിടിക്കുക, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. ആ ചുമതലയുള്ള ആളുകളാണ് ഇടിമുറിയിൽ വെച്ച് നിരപരാധികളായ ആളുകളെ, ബഹുമാനപ്പെട്ട വേണു പറഞ്ഞില്ലേ, 6ാം സ്ഥാനത്ത് ബീഹാറിനേക്കാളും വലിയ ഒരു ലോക്കപ്പ് മരണം നടക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡിനേക്കാളും ബീഹാറിനേക്കാളും വെസ്റ്റ് ബംഗാളിനേക്കാളും ക്രൈം റിക്കാർഡ് ബ്യൂറോവിന്റെ കണക്കാണ്. കേരളം ഇടിമുറി രാജ്യ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് ഡിസ്ക്രെഡിറ്റ് ഇതെടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയില്ല. ഇതിന് കാരണം എന്താണ് നമ്മൾ പരിശോധിക്കണം. പൊളിറ്റിക്കലൈസേഷൻ ഓഫ് പോലീസ് എന്താണ് നമ്മൾ കാണുന്നത്? പോലീസിലെ പൂരം കലക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്നത് ആരെയാണ്? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ. അത് രാഷ്ട്രീയം ആവശ്യമാണ്.
സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി പൂരം കലക്കണം, അത് പൊളിറ്റിക്കൽ മിഷനാണ്. RSS മേധാവിയെ കാണാൻ അയക്കുന്നത് പോലീസിനെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെയാണ്. മാത്രമല്ല സ്വപ്ന സുരേഷ് ഇസ് എ നോൺ ക്രിമിനൽ, ധാരാളം ക്രിമിനൽ കേസിൽ പെട്ടിരിക്കുന്ന ആളാണ്. അവരുമായി ഒരു മധ്യസ്ഥ സംസാരത്തിന് അയക്കുന്നത് ആരാ? വിജിലൻസ് ഡയറക്ടറെ. വിജിലൻസ് ഡയറക്ടറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ പേ പട്ടിയെ പോലെ തല്ലുന്നു. ആര്? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. വാട്ട് ഈസ് ഹിസ് ബിസിനസ്? അയാൾ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽപ്പെട്ട ആളല്ല. അപ്പൊ അതിന് മുഖ്യമന്ത്രി അവർക്ക് പ്രചോദനം നൽകുന്നു, പ്രേരണ നൽകുന്നു. എന്താണ് അത്? രക്ഷാപ്രവർത്തനമാണെന്ന്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ കേരള സംസ്ഥാനത്തെ ഭരണഘടനയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം പറ്റ മുഖ്യമന്ത്രി പ്രചോദനം നൽകുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചോ? സ്വന്തം പാർട്ടിയിലെ 2 ചെറുപ്പക്കാരെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴല്ലേ അവരെ ജയിലിലിട്ടത്? അലൻ താഹ. അവരെന്താ തെറ്റ് ചെയ്തത്? പിണറായി വിജയനെ പാർട്ടിക്കകത്ത് വിമർശിച്ചു. അവരെ പേരിൽ ലിറ്ററേച്ചർ, മാവോയിസ്റ്റ് ലിറ്ററേച്ചർ കണ്ടെത്തി. എത്ര മിന്നൽ വേഗതയിലാണ് ആ കേസ് NIA ഏൽപ്പിച്ച് മോഡിയുടെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അവർ ജയിലിലിട്ടത്. അപ്പൊ പോലീസിനെ രാഷ്ട്രീയ കോട്ടയത്ത് നടന്ന സംഭവം എന്താണ്? കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ചുവന്ന ഡ്രസ്സ് ധരിച്ച പോലീസുകാർ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി. അപ്പൊ രാഷ്ട്രീയവൽക്കരണത്തിൽ പോലീസിനെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ പോലീസ് ചെയ്യുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ തടയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. പോലീസ് നടത്തുന്ന അഴിമതിയെ നമ്മൾ ഈ NR അജിത് കുമാറിന്റെ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വന്നപ്പോൾ അജിത് കുമാറിന് വേണ്ടി വാദം പറയുന്നത് ആരാണ്? വിജിലൻസ് പ്രോസിക്യൂട്ടറാണ്. ഹൈക്കോടതിയിൽ അജിത് കുമാറിന്റെ വാദം പറയുന്നത് ആരാണ്? സർക്കാരിന്റെ വക്കീലാണ്. അപ്പൊ അഴിമതിക്കാരായ ക്രിമിനലുകളായ പോലീസുകാർക്ക് സർക്കാരിന്റെ പാട്രണേജ് ആണ്, സർക്കാരിന്റെ പരിരക്ഷയാണ്, സർക്കാരിന്റെ രക്ഷാ കവചമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുന്നംകുളത്തെ സംഭവം കേരള പോലീസ് ആക്ടിൽ ഒരു 116C ഉണ്ട്. അത് പുതിയ പോലീസ് ആക്ടിൽ ഉണ്ടാക്കിയ ഒരു വളരെ ഒരു ജനപ്രിയ പ്രൊവിഷനാണ്. കസ്റ്റഡിയിൽ വെച്ച് ഏതെങ്കിലും പോലീസുകാർ ഏതെങ്കിലും വ്യക്തിയെ മർദ്ദിക്കുകയോ മനുഷ്യാവകാശ ലംഘനം നടത്തുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്താൽ 3 കൊല്ലം തടവ് ശിക്ഷ നൽകുന്ന ഒരു കുറ്റമാണ്. എന്തേ പോലീസ് ഈ ക്രിമിനലുകളെ നമ്മളെല്ലാം കണ്ടില്ലേ? ഈ ക്രിമിനൽ ആക്ടിവിറ്റി, ആ ക്രിമിനലുകൾക്കെതിരെ എന്തേ ഒരു വിരലനക്കാത്തത്? ഇൻക്രിമെന്റ് കട്ട്. എന്താണ് ഇൻക്രിമെന്റ് കട്ട്? വാട്ട് യു മീൻ? ഇത്ര ഹീനിയസ് ആയ ഒരു ക്രൈം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയാണ്, ഇൻക്രിമെന്റ് കട്ട്. അതാണോ ശിക്ഷ? അപ്പൊ ആർക്കും എന്തും ചെയ്യാം. കാക്കി ഉടുപ്പ് ധരിച്ച ശരിക്ക് ഇൻക്രിമെന്റ് കട്ട് എന്ന് പറയുമ്പോൾ അങ്ങ് ഒരു കാര്യം കൂടി ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ കുന്നംകുളം സംഭവം ഒതുക്കി തീർക്കാൻ 20 ലക്ഷം വരെ ഓഫർ ചെയ്യാൻ ഈ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവർക്ക് ഇത്ര വലിയ തുക എവിടെ നിന്ന് കിട്ടുന്നു? ആരാണ് ഇവർക്ക് വേണ്ടി ഇങ്ങനെ മധ്യസ്ഥം വഹിക്കുന്നത്? ആരാണ് ഇത്ര വലിയ തുക കണ്ടെത്തി കൊടുക്കുന്നത്? അങ്ങനെ ഈ ഇടിയൻ പോലീസുകാർക്ക് 20 ലക്ഷം എടുത്ത് വീശാനായിട്ട് ഏത് തരത്തിലാണ് കിട്ടുക? അതിന്റെ പ്രത്യുപകാരമായി ഇവരെന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? അപ്പൊ ഇതിന്റെയൊക്കെ നെക്സസ്, അതിന്റെയൊക്കെ ചങ്ങല കണ്ണികൾ എവിടേക്കൊക്കെയാണ് നീളുന്നത്? അങ്ങനെ 20 ലക്ഷം എടുത്ത് വീശാൻ കഴിയുന്ന ആളുകൾക്ക് 2 വർഷം ഈ ഇൻക്രിമെന്റ് കട്ടാകുന്നത് വലിയ ഒരു ശിക്ഷയായിട്ട് അവർ കാണുന്നുണ്ടാകുമോ? വിത്തിൻ നോ ടൈം ആ പൈസ അവരുണ്ടാക്കും. നമ്മൾ കണ്ടില്ലേ കൊടിസുനി എന്ന് പറയുന്നൊരു കൺവിക്റ്റ്, അദ്ദേഹത്തെ മറ്റൊരു കൊലക്കേസിലേക്ക് പോലീസ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് പരിരക്ഷ, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു മദ്യം വാങ്ങാൻ. ആര്? കാക്കി ഉടുപ്പ് ധരിച്ച പോലീസുകാർ. കാക്കി ഉടുപ്പ് ധരിച്ച പോലീസുകാർ. കണ്ണൂർ ജയിലിൽ നടന്ന കഥ പുറത്തു വന്നില്ലേ? കണ്ണൂർ ജയിലിലെ തടവുകാർ ജയിലധികാരികളും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ആ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ശ്രീ ആസഫ് അലി, അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, നവാസ് പറഞ്ഞ സാഹചര്യമായിരുന്നില്ല. CPM-ന്റെ നേതാക്കന്മാർ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. അവരുടെ ഏറ്റവും വലിയ അവകാശവാദം MV ഗോവിന്ദൻ തുടക്കി താഴേക്കുള്ള എല്ലാവരുടെയും പ്രധാനപ്പെട്ട അവകാശവാദം എന്തായിരുന്നു? ഇതൊരു മാധ്യമങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നതല്ല, ഇത് സർക്കാരിന്റെ തന്നെ ദൃശ്യങ്ങളാണ്, ഇത് പോലീസ് സംവിധാനം തന്നെ കണ്ടെത്തിയതാണ് ഈ ദൃശ്യങ്ങളടക്കം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ അതേപോലെ തന്നെ പോലീസിന്റെ സ്റ്റേഷനുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. അപ്പൊ അവകാശവാദമില്ല, MV ഗോവിന്ദനെ കാണാനില്ല, അനുയായി വൃന്ദത്തെ ആരെയും കാണാനില്ല. ഈ വിവരാവകാശ നിയമം അനുസരിച്ച്
മനുഷ്യാവകാശത്തെ സംബന്ധിക്കുന്ന, മനുഷ്യ ജീവനെ സംബന്ധിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെന്നാണ്. 48 ഹവേഴ്സിനുള്ളിൽ കൊടുക്കണമെന്നാണ്. ഈ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് 2 കൊല്ലം നിയമയുദ്ധം നടത്തിയിട്ടാണ് വാങ്ങിയത്. അപ്പൊ വിവരങ്ങൾ, യഥാർത്ഥ വിവരങ്ങൾ, കുറ്റകൃത്യം ചെയ്യുന്ന യഥാർത്ഥ വിവരങ്ങൾ പോലീസിന്റെ, സർക്കാരിന്റെ മെഷീനറി ഉപയോഗിച്ച് തടഞ്ഞു വെച്ചു. അപ്പൊ എങ്ങനെയാണ് ഇവർ സ്വന്തം കൊടുത്തതാന്ന് പറയാ? ക്രിമിനലുകൾക്ക് മദ്യം വാങ്ങാൻ കേരളം എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഒരു കൺവിക്റ്റിന്, ഹാർഡ് കോർ ക്രിമിനൽ, ആ ക്രിമിനലിന് പരസ്യമായി മദ്യം വാങ്ങാൻ ഫോട്ടോ എങ്ങനെ വന്നെന്നുള്ളത് നോക്കട്ടെ. പോലീസിന്റെ ഒരു തകർച്ചയാണ് ഞാൻ പറയുന്നത്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്, മനുഷ്യജീവന്, നിയമവാഴ്ചക്ക്, ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പാലനത്തിന്, കുറ്റകൃത്യം തടയാൻ, കുറ്റകൃത്യം കണ്ടുപിടിക്കാൻ, കുറ്റകൃത്യം അന്വേഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ്. അതാണ് ഞാൻ ഈ 2011 പോലീസ് നിയമത്തിന്റെ പശ്ചാത്തലം എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അതിക്രമം ഉണ്ടായപ്പോൾ ജനതാ ഗവൺമെന്റ് വെച്ചൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, പോലീസ് കമ്മീഷൻ. ആ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തെ പോലീസ് നിയമം അടിച്ച് പൊളിച്ചെഴുതണമെന്നായിരുന്നു. അത് നടപ്പിലാക്കിയില്ല. അങ്ങനെ ഒരു CBI ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ പോയി, പ്രകാശ് സിംഗ്, ആ പ്രകാശ് സിംഗിന്റെ കേസിലാണ് പറഞ്ഞത്, സുപ്രീം കോടതി ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ 1861 പോലീസ് നിയമത്തിന്റെ പകർപ്പാണ് എല്ലാ സംസ്ഥാനത്തെയും പോലീസ് നിയമം. ഇത് സംസ്ഥാനത്തെ പോലീസ് നിയമങ്ങൾ മൊത്തം പൊളിച്ചെഴുതണം. അതിൽ എഴുതി വെച്ച ഒരു സെക്യൂരിറ്റി കമ്മീഷൻ ഉണ്ട്. കേരളത്തിൽ ആ സെക്യൂരിറ്റി കമ്മീഷൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പൂട്ടി താക്കോല് പിണറായി വിജയന്റെ വീട്ടിലാണ്. അതിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധി, ഒരു ന്യായാധിപനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. പോലീസിന്റെ നയരൂപീകരണത്തിന് സെക്യൂരിറ്റി കമ്മീഷന് പരമപ്രധാനമായ പങ്കാണ്. അതെല്ലാം പൂട്ടി താക്കോല് പിണറായി വിജയൻ AKG സെന്റർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകളെ അടിച്ച് തകർത്ത് ക്രിമിനലുകളാക്കി പോലീസിനെ മാറ്റി ജനങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന അതിഭീകരമായ, അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ശരി, അത് തടയാൻ കേരളത്തിലെ ജനങ്ങൾ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ കേരളം മറ്റൊരു ഹിറ്റ്ലർ ഭരണകൂടമായി മാറും എന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ റജി ലൂക്കോസ്, അതിന് മറുപടി കൂടാതെ ഇവിടെ ഇപ്പോൾ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ശിക്ഷാ നടപടിയായിട്ട് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം. അവിടെയാണ് ഞാൻ പറഞ്ഞത് 20 ലക്ഷമാണ് ഈ പറയുന്ന കുന്നംകുളം പോലീസ് ഓഫർ ചെയ്യുന്നത് സുജിത്തിന്, അല്ലേ? ഇനി ഈ പീച്ചി പോലീസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? 5 ലക്ഷം വാങ്ങുക എന്ന് പറയുന്നു, 3 ലക്ഷം പോലീസുകാർക്ക്, 2 ലക്ഷം പരാതി ഒഴിഞ്ഞു പോകുന്നതിന്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള പോലീസാണ്? മർദ്ദനം മാത്രമല്ല, കള്ളക്കേസ് മാത്രമല്ല, കസ്റ്റഡിയിലിട്ടുള്ള പീഡനം മാത്രമല്ല, പിന്നെ പുതിയ കള്ളക്കേസുകൾ ചേർക്കുമെന്ന് പറയുക, അതിനുശേഷം അതിൽ നിന്ന് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് പിന്നെ മധ്യസ്ഥരാവുക, അതിന് പണം മുടക്കാൻ പറയുക, ആ പണത്തിൻ്റെ സിംഹഭാഗം കൈപ്പറ്റുക. അപ്പോൾ എത്രമാത്രം വലിയ പിഴവുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതൊക്കെ ഇപ്പോഴാണ് കേരളം അറിയുന്നത്. പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന മേലധികാരികളുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ശ്രീ റജി ലൂക്കോസിന് അറിയാമല്ലോ, ഈ കുന്നംകുളം പോലീസിൻ്റെ കാര്യത്തിലായാലും പീച്ചി പോലീസിൻ്റെ കാര്യത്തിലായാലും മേലധികാരികൾ അതാത് സമയം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് പറയുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിനൊരു മറുപടിയുണ്ട്. കാരണം പോലീസ് ചെയ്യുന്ന അട്രോസിറ്റികൾ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. അവരെ ശിക്ഷിക്കണം, അവരെ പിരിച്ചുവിടണം, ജയിലിൽ അടയ്ക്കണം എന്നുള്ള മാനസികാവസ്ഥയാണ് ഇടതുപക്ഷ പ്രവർത്തകർക്കും നമുക്കല്ല. കാരണം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് കേരളത്തിൽ UDFിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇടതുപക്ഷ പ്രവർത്തകരെ ചുണ്ണാമ്പ് തൊട്ട് അടിക്കാനായിട്ടൊരു മന്ത്രിയുടെ സപ്പോർട്ട് ചെയ്ത കഥ നമ്മൾ ആദ്യം കൂടെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയാം. അതായത് ഈ പീച്ചി സംഭവത്തിൽ ആ SI, ആ ചെറുപ്പക്കാരനെ 2 പേരെ, ആ ഹോട്ടലിലെ ഉദ്യോഗസ്ഥരെ കരടക്കുറ്റിക്ക് അടിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അയാളെയും നടപടി സ്വീകരിക്കണം. അയാൾക്ക് ഓൾറെഡി തന്നെ സർക്കാർ നോട്ടീസ് നൽകി കഴിഞ്ഞു. പക്ഷെ അതിന് വേറൊന്നുണ്ട്. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഔസേപ്പിന് ആ ദൃശ്യങ്ങൾ കിട്ടാനായിട്ട് RTI വേണ്ടി വരും, സുജിത്തിന് ആ ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി RTI വേണ്ടി വരും. പക്ഷേ ഇവരുടെ മേലധികാരികൾക്കോ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ CCTV ദൃശ്യങ്ങളടക്കം. അല്ല, ബഹുമാനപ്പെട്ട വേണു, അതൊരു പരിധിവരെ ഞാൻ സമ്മതിക്കുന്നു. കാരണം ചില മേലുദ്യോഗസ്ഥന്മാർ അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു സത്യ. അങ്ങനെയുള്ള കുറെ അല്ലല്ല, അത് ആ ഘട്ടത്തിൽ മാത്രം തീരുകയല്ല. അല്ലല്ലോ, ഒരു സെക്കൻഡ്. ഇപ്പൊ മധുബാബുവിന്റെ കാര്യം എടുക്കാം. അങ്ങ് ആദ്യം വളരെ വൈകാരികമായൊക്കെ പ്രതികരിക്കുകയുണ്ടായല്ലോ ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ പറ്റി പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന്റെ നിവേദനം അങ്ങ് എടുത്ത് ഇപ്പൊ തന്നെ അങ്ങ് ഈ പറയുന്ന മധുബാബുവിന്റെ മൂക്ക് ചെത്തിക്കളയാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു എന്നൊക്കെ പറയുകയുണ്ടായല്ലോ. ഈ മധുബാബു എന്ന് പറയുന്ന ആൾക്കെതിരെ എത്ര തവണയാണ് പരാതികൾ വന്നിട്ടുള്ളത്, അല്ലേ?
അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ അന്വേഷണ റിപ്പോർട്ട് വന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെന്തായാലും മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് തന്നെയാണല്ലോ, ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്. ഈ വിദ്വാനെതിരെ ചേർത്തല കോടതിയുടെ ഒരു ശിക്ഷയുണ്ട്, 1 മാസത്തെ തടവും അതുപോലെ തന്നെ 10,000 രൂപയും, അല്ലേ? ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പല രൂപത്തിലുള്ള കസ്റ്റഡി മർദ്ദനം, മറ്റു തരത്തിലുള്ള പീഡനം, ഇതൊക്കെ കൊണ്ടാണ്, കായിക മുറകൾ, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ കുപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഈ മധു ബാബു. അയാൾക്കെതിരെ അന്വേഷണമുണ്ടായി. അയാൾ എന്താ ചെയ്തത്? ആ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ കോടതിയെ സമീപിക്കുകയാണ് ഇയാൾ. എന്നിട്ട് പറയുകയാണ്, ഈ പറയുന്ന നടപടികൾ പൂർത്തിയാകുന്നതിന് ഇടയ്ക്കുള്ള സമയമുണ്ടല്ലോ, അതിനിടയിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാതിരിക്കണമെന്ന്. അങ്ങനെ ഈ ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടുകയാണ്. കോടതിയല്ല, ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങുകയാണ്. സർക്കാർ സ്വാഭാവികമായും എന്താ ചെയ്യേണ്ടത്? അപ്പീൽ നടപടികളിലേക്ക് പോകണ്ടേ? പോകുന്നില്ല. സ്ഥാനക്കയറ്റം നൽകുന്നു, ക്രമസമാധാന ചുമതല കൊടുക്കുന്നു. എല്ലാത്തിലും ഉപരിയായി ഇവിടെ ശ്രീ ആസഫ് അലി പറയുകയുണ്ടായല്ലോ, കോട്ടയത്ത് നടന്ന യോഗം നമുക്കാർക്കും മറക്കാൻ കഴിയുന്നതല്ലല്ലോ. റെഡ് വാളണ്ടിയർ പരേഡല്ലേ നടന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ. അതുപോലെ ഈ മധുബാബു ഇപ്പോൾ അലങ്കരിക്കുന്ന പദവി എന്താണ്? സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ. ഈ നിവേദനം കിട്ടുന്നതിന് 2 ആഴ്ച മുൻപ് ഈ വിദ്വാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അവരും ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അതും മുഖ്യമന്ത്രി നടപടിക്കായി സ്വീകരിച്ചിട്ടുണ്ട് ശ്രീ റെജി ലൂക്കോസ്. അപ്പൊ ഇതൊക്കെ വലിയ മാഹാത്മ്യം പറച്ചിലായി കൊണ്ടുവരരുത്. അല്ല, ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറിന് ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു UDF-ന്റെ ഭരണകാലത്ത്. ഞാനിപ്പോ ഒരു കണക്ക് ഇന്നിപ്പോ ആരും നോക്കിയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കാലത്തല്ല. എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അങ്ങ് വളരെ വൈകാരികമായി ജയകൃഷ്ണന്റെ കാര്യം സംസാരിച്ചു തുടങ്ങിയ ഒരാളാണ്. അതെ, സംശയം എന്താ കാര്യത്തിന്? 4.5 വർഷക്കാലം ഇടിയന്മാരായ പോലീസുകാരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് നീതി മേടിച്ചു കൊടുക്കാത്ത ഒരു സർക്കാർ ഇവിടെ നിലനിന്നപ്പോൾ അതിനുശേഷം എന്താ ഗവൺമെന്റാണ് നീതി കൊടുത്തതെന്ന് പറയുന്നിട്ട് ഞാൻ പറയുന്നത് തെറ്റിക്കുന്നത്? അത് വൈകാരികം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് നിങ്ങളെന്താ തിരിച്ചറിയാത്തത്? ആസിഫ് അലി സാറിന് മുമ്പ് വന്നിരിക്കുന്ന അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോൾ എത്രയോ ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ വിധികൾ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാർ, എന്റെ ചോദ്യം, 114 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നുവെങ്കിൽ ഈ മധുബാബു എന്നയാൾ 9.5 വർഷക്കാലം സ്ഥാനക്കയറ്റം കിട്ടി, ക്രമസമാധാന പാലനത്തിലും വന്ന് ഇപ്പോഴും വിലസിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ സംസ്ഥാന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ട്രഷററായി മുഖ്യമന്ത്രിയെ കണ്ട നിവേദനവും കൊടുക്കുന്ന സ്ഥിതി വരുത്തിയെങ്കിൽ അതിനും ഒരു ഉത്തരവാദി ഉണ്ടാകണ്ടേ? അല്ല, 114 ആളുകളെ പിരിച്ചുവിട്ടാൽ മാത്രമാണോ ഉത്തരവാദിയാവുക? അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഉദ്യോഗസ്ഥന്മാരെ, 2 DYSPമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടോ? തെറ്റുകളുണ്ടായി, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, ഞാനതിന് ആയിരിക്കത്തില്ല. ആ ഒരു ആർജവത്തെ കാണിച്ച ഒരു ആഭ്യന്തര വകുപ്പിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ? ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, അല്ല ഞാനൊന്ന് പറയട്ടെ. അല്ല, റെജി സാർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുക മാത്രമാണ്. ഇപ്പോൾ പറഞ്ഞു 100 ചില്ലാനം ആളുകളെ പിരിച്ചുവിട്ടു എന്ന്. ഞാൻ ചോദിക്കട്ടെ, കസ്റ്റഡി മരണത്തിൽ 3 ഡസൻ ആളുകൾ കസ്റ്റഡി മരണത്തിൽ കൊല ചെയ്യപ്പെട്ടു പോയല്ലോ. ഇവിടുത്തെ പോലീസാണല്ലോ പ്രതിസ്ഥാനത്ത്. പിരിച്ചുവിട്ട ഒരാളുടെ പേര് സാറിന് പറയാൻ പറ്റുമോ? മാങ്ങ പറിച്ചുകൊണ്ടായി ഇടുക്കി എയർ ക്യാമ്പിലെ പോലീസുകാരെ പിരിച്ചുവിട്ട ഞങ്ങൾക്കറിയാം. ഈ 18 ഏകദേശം 10-20 പേരെ കൊല ചെയ്ത ഈ പോലീസിലെ ഒരാളെ പിരിച്ചുവിട്ട പേരെന്ന് റെജി സാർ പറഞ്ഞേ. ഞാൻ പറയാം നെടുങ്കണ്ടം ഉരുട്ടിക്കൊര നെടുങ്കണ്ടം ലോക്കപ്പ് മരണം നവാസിന് ശ്രദ്ധയിലേക്ക് ഞാൻ പറയാം. അവർ ഒറ്റ ഉദ്യോഗസ്ഥരും ഇപ്പൊ കേരളത്തിലെ പോലീസ് സർവീസിലില്ല. അവരുടെ കോടതിയിൽ അവർ പോലും തള്ളിക്കളഞ്ഞു. ഇങ്ങനെയൊന്നും പറഞ്ഞ് വാദിക്കരുത് നവാസ് മിടുക്കനെ. അല്ല, നിൽക്കൂ. നവാസ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാവ്, എനിക്ക് ആ കാര്യത്തെ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ വസ്തുതകൾ മറച്ചു വെച്ച് പറയരുത്. നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് തെളിവ് തരാം. ഇനി അതിന് പ്രത്യേകിച്ചുള്ള ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് വാങ്ങിച്ചു തരണോ? നിങ്ങൾക്ക് അത് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ലോക്കപ്പ് മരണങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി ഒരു കർക്കശമായ തീരുമാനമെടുത്തു. അതെന്താണെന്ന് അറിയാമല്ലോ ശ്രീ റെജി ലൂക്കോസിന്? അത്തരം കേസുകൾ CBIക്ക് വിടും. ഇതാണ് മഹാകാര്യം. ഒരു കേന്ദ്ര ഏജൻസിക്ക് ഈ കേസുകൾ അന്വേഷിക്കാൻ വിടും എന്ന തീരുമാനമെടുക്കാൻ ഒരു ആഭ്യന്തരമന്ത്രിക്ക് മികവൊന്നും വേണ്ട, മികവ് കേടുമതി. ഈ പറയുന്ന കസ്റ്റഡി മരണങ്ങൾ ആവർത്തിക്കുന്നു. രാജ്യത്ത് 6ാം സ്ഥാനത്തേക്ക് കേരളം എത്തുന്നു.
അതിനാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്. അല്ലാതെ 6ാം സ്ഥാനത്ത് ആ കാര്യങ്ങളൊക്കെ CBI അന്വേഷിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയല്ല വേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഈ നെടുങ്കണ്ടത്തിന്റെ കാര്യം പറയുകയാണോ? 4 ദിവസമാണ് ഈ നെടുങ്കണ്ടത്ത് പട്ടിണിക്കിട്ടാണ് മർദ്ദിച്ചത്. 4 ദിവസം. റജിക്ക് അറിയുന്ന സ്ഥലമല്ലേ അത്? അല്ല റജി സാറേ ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്കറിയാം. ഇപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ശരി ശ്രീനിവാസ് അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ. ശ്രീ റജി പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. ഒരു സെക്കൻഡ് വരാം. ശ്രീ റജി പറയൂ. പറഞ്ഞോളൂ, ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല. അല്ല നവാസും ആസിഫിൽ സാർ ഉത്തരവാദിത്തത്തിൽ ഒരു വ്യക്തിയല്ലേ. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന സാറിനെ. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയേ, 220 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടാനുള്ള നോട്ടീസ് കൊടുത്തതിന്റെ അവസാനത്തെ പ്രോസസ്സിംഗിലാ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയുന്നത്? കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 5.5 ലക്ഷം പോലീസ് സേനയിൽ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ വലിയൊരു വിഭാഗത്തെ പിരിച്ചുവിടേണ്ടി വരും. അതൊരു വലിയ നേട്ടമായിട്ടല്ല ശ്രീ റജി ലൂക്കോസ് മുന്നോട്ട് വെക്കേണ്ടത്. നേട്ടമായിട്ടല്ല. കേട്ടല്ലോ. പിന്നെ അങ്ങീ പറയുന്ന നെടുങ്കണ്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ആ രാജ്കുമാർ അനുഭവിച്ച പീഡനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അങ്ങേക്ക് അറിയുന്നതാണ്. മാത്രമല്ല എന്തോ ഒരു ചിട്ടിപ്പരിപാടി നടത്തുന്നതിന്റെ പേരിൽ മാത്രമാണ്, അല്ലാത്ത ഒരു ക്രിമിനൽ പ്രവൃത്തിയുടെയും പേരിലല്ല വിളിച്ചു കൊണ്ടുവന്ന് ഈ 4 ദിവസം പട്ടിണിക്കിട്ട് ചവിട്ടിക്കൊല്ലുന്നത്. എന്നിട്ട് അത് CBI അന്വേഷണത്തിന് വിടുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മികവ് എന്ന് കരുതുന്നു എങ്കിൽ അത് പിണറായിക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒരു ന്യായവാദം മാത്രമാണ്. ശ്രീ നേമം ഷജീർ, ഇവിടെ ഇപ്പോൾ ശ്രീ റജി ലൂക്കോസ് പറയുന്നുണ്ടായിരുന്നു, താങ്കളും കേട്ടാണല്ലോ, ജയകൃഷ്ണൻ തണ്ണിത്തോട് SFIക്കാരൻ അന്ന് 2012 ഏറ്റ മർദ്ദനത്തെ പറ്റിയൊക്കെ CI മധുബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഈ പറയുന്ന അടൂർ പ്രകാശിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജയകൃഷ്ണനെ മർദ്ദിച്ചത് എന്നൊക്കെയാണല്ലോ ജയകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഇപ്പം മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇടപെടുന്നു എന്നും പറയുന്നു. നേമൻ ഷജീറിൻ്റെ അനുഭവം എന്താണ്? നേമൻ ഷജീറിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കൃത്യമായി SFI പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ കാക്കിയിട്ട് വന്നപ്പോൾ നേരിടേണ്ടി വന്ന കൊടിയ മർദ്ദനമല്ലേ? ഇപ്പം ഇവർ ഈ കോന്നിയിലെ കാര്യവും അടൂർ പ്രകാശിനെ പ്രതിരോധത്തിലാക്കാനുള്ള കാര്യവുമൊക്കെ CPM കേന്ദ്രങ്ങൾ ഒരു ന്യായവാദമായി നിരത്തുമ്പോൾ ഷജീറിന് മറുപടി പറയുമ്പോൾ ഈ SFIക്കാരൻ കാക്കിയിട്ടപ്പോൾ ഉണ്ടായ കൊടിയ മർദ്ദനത്തിന്റെ കഥയല്ലേ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം 2017 ഈ വിഷയം ഉണ്ടാകുന്നത്. നേമം പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. ഈ സമ്പത്ത് എന്ന് പറയുന്ന SI പിന്നെ അന്ന് ആ സ്റ്റേഷനിൽ SI ആയിരിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള പരാതികൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്ന പ്രതികളെ അദ്ദേഹം നിരന്തരമായി ഉപദ്രവിക്കാറുണ്ട്, ക്രൂരമായി മർദ്ദിക്കാറുണ്ട്. ഞാൻ അന്നത്തെ അസംബ്ലി പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ പലരും എന്നോട് വന്ന് സമീപിച്ചു, ഇതുപോലെ ഈ SI വലിയ ഉപദ്രവമാണെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഈ ഉപദ്രവം ഏറ്റ ആളുകൾ വരുമ്പോൾ ഞാൻ അവരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനും വൂണ്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് നിയമ പോരാട്ടത്തിന് പോകണമെന്ന് ഉപദേശിക്കാറുണ്ട്. അദ്ദേഹത്തെ ഇത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ എന്നെ മർദ്ദിക്കുമ്പോൾ പോലും ഞാനത് നേരത്തെയും മീഡിയ വണിലൂടെ പറഞ്ഞതാണ്. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആ പരാതിക്കാരനെ അടിക്കുന്ന സമയത്താണ് ഞാൻ ഇടപെടുന്നത്. അപ്പോൾ അന്ന് പിന്നെ ഞാൻ അങ്ങനെ പോലീസ് പരാതിക്കാരെയും വാദിയും അല്ലെങ്കിൽ പ്രതിയെ അടിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് എന്നെ മർദ്ദിക്കുന്നതും ക്രൂരമായി എത്രയോ മണിക്കൂറാണ് എന്നെ മർദ്ദിക്കുന്നത്. അപ്പോൾ ഈ അടിക്കുമ്പോഴെല്ലാം SI പറയുന്നത് ഇതാണ്, നീ എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നു, നീ ഞാൻ തല്ലുന്നവരെയൊക്കെ പോലീസ് പരാതി കൊടുക്കാൻ തള്ളിവിടുന്നു. അപ്പം കൃത്യമായ രാഷ്ട്രീയം ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊന്നിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം കൃത്യമായി അറിയാം. അദ്ദേഹത്തെ ഇപ്പോൾ നമുക്കറിയാം നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകൾ പരിശോധിച്ചാൽ കാണുന്നതാണ് SFIയുടെ ഗുണ്ടയായിരുന്നു എന്നാണ് പലരും അതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തി തന്നെയാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളതിനും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇദ്ദേഹം നോട്ട് ഫിറ്റ് ഫോർ പോലീസ് എന്ന പല റിപ്പോർട്ടുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള പീഡനത്തിനിരയായ അവസാനത്തെയും ആദ്യത്തെയും ആൾ. എന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പേ എനിക്ക് ഉണ്ടായ 3-ാം മുറയ്ക്ക് മുന്നേ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനുശേഷവും ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു അതൊക്കെ ആ കേസിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ എന്നെ ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം എനിക്കെതിരെ നേമം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസെടുത്തു. ഞാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ അവശനായി നിശ്ചലമായി കിടക്കുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് 15 കിലോമീറ്ററുള്ള തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഞാൻ പറയാൻ കാരണം, ഞാനാണ് കുറ്റക്കാരനാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിൻ്റെ പേരിൽ ആ പോലീസ് ആത്മവിശ്വാസത്തോടുകൂടി എനിക്കെതിരെ കേസെടുക്കണം.
എന്നെ റിമൈൻഡ് അടക്കം ചെയ്യാനുള്ള പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനടക്കം എനിക്കെതിരെ കേസെടുത്ത് ആത്മവിശ്വാസത്തോടു കൂടി ആ പോലീസിന് അത് നേരിടാൻ കഴിയുമായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായത് കൊണ്ടാണ് അന്ന് എന്നെ 15 കിലോമീറ്ററുള്ള ഒരു തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് ഡംപ് ചെയ്യുന്നത്. അപ്പം എന്നെ അവിടെ നിന്നാണ് എൻ്റെ പാർട്ടി പ്രവർത്തകരെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ആശുപത്രിയിൽ എത്തിയതിനു ശേഷം എന്നെ ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം എല്ലാവർക്കും തോന്നില്ല, എന്തിനാണ് നേമത്ത് ഉണ്ടായ സംഭവത്തിന് പിന്നെ തിരുവല്ലം സ്റ്റേഷനിൽ എത്തിച്ചത് എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവർക്കും സംശയം തോന്നും. അപ്പോൾ ഇത്രയും കൊടിയമായ പീഡനം നടന്നിട്ട് എനിക്ക് അന്ന് തന്നെ ശസ്ത്രക്രിയ വരെ നടത്തിയിട്ട് എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നേരിട്ട ട്രീറ്റ്മെൻറ്റുകളും എൻ്റെ ഡിസ്ചാർജ് സമ്മറി അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് DGPക്കും അതുപോലെ തന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കെല്ലാം പരാതി കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഞാൻ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന് അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി എന്ന തെളിവുണ്ടായിട്ട് പോലും ഈ പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനും സർക്കാരിനും കേസെടുക്കാൻ 7 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ CCTV ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. CCTV ഉണ്ടായിട്ട് പോലും എത്രയും ഒരു ഭയം പോലും ഇല്ലാതെയാണ് ഈ പറയുന്ന സുജിത്തിനെ അടക്കമുള്ള ആളുകളെ ആക്രമിക്കുന്നത്. CCTV ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ഏറ്റവും ഒരു മർദ്ദനം എന്ന് പറയുന്നത് അത് ഇതിനേക്കാൾ എത്രയോ മടങ്ങാണ് എന്നുള്ളതാണ്. ഇതിപ്പം നിസ്സാരമായി ഞാൻ പറയുന്നതല്ല, സുജിത്ത് അടക്കമുള്ള ആളുകൾ നേരിട്ടത് ചെറുതൊന്നും അല്ല, വളരെ ക്രൂരമായ മർദ്ദനം തന്നെയാണ്. പക്ഷേ പോലീസ് അന്നുണ്ടായത് CCTV പോലും ഇല്ലാത്ത പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടമാണ്. അന്ന് നമുക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന തെളിവ് എന്ന് പറയുന്നത് ശാരീരികമായി എന്നെ അടിവയറ്റിൽ ചവിട്ടി എൻ്റെ വൃക്ഷണത്തിലടക്കം പിന്നെ ഗുരുതരമായ പരിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ മൊഴിയിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ദൃക്സാക്ഷികൾ അത് മൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയധികം തെളിവുകൾ ഹാജരാക്കിയിട്ട് ഒരു FIR എടുക്കാൻ 7 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി FIR ഇട്ടത് പോലും ദുർബലമായ വകുപ്പിട്ടുകൊണ്ടാണ്. എന്നെ ഒന്ന് അടിച്ചു എന്ന് മാത്രമാണ് ആ FIR ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 7 വർഷക്കാലം പിന്നെ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ 7 വർഷം എന്തിനാണ് ഈ സർക്കാരിനും പോലീസിനും കാലതാമസം ഉണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 7 വർഷക്കാലം നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഈ 7 വർഷത്തിന് ശേഷം കേസെടുക്കാനുള്ള നടപടികളിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? പിന്നെ കൂടാതെ ഇപ്പോൾ താങ്കൾക്ക് മർദ്ദനമേറ്റു എന്നതല്ലാതെ എത്ര ഗുരുതരമായ മർദ്ദനം എന്നത് ഈ പോലീസ് സംവിധാനത്തിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? കാരണം താങ്കൾ പോയതൊരു സ്വകാര്യ ആശുപത്രിയിലല്ല, സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ടുകളും താങ്കളുടെ കൈവശമുണ്ട്. അതെ. എന്നിട്ട് ഇപ്പോൾ ഈ കേസെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ചെറിയൊരു മർദ്ദനം മാത്രമാണ് താങ്കൾക്ക് ഏറ്റത് എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? അല്ല, ഞാൻ 7 വർഷത്തിന് ശേഷവും FIR ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് 7 വർഷമായിട്ട് ഞാൻ ഈ പരാതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ സാധാരണ ഈ കേസുകളൊക്കെ കാണുമ്പോൾ ഷജീർ, ഒരു പാറ്റേൺ ഉള്ളത്, പിന്നീട് ഇവർ വരികയോ അല്ലെങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ഒക്കെ രംഗത്ത് വരും. എന്നിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുക. ഒന്നുകിൽ കള്ളക്കേസിൽ പെടുത്തുമെന്ന് പറയുക, അല്ലെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും തരാം, കേസിൽ നിന്നൊന്നും പിൻവാങ്ങിയാൽ മതി എന്ന് പറയുക. അത്തരം എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. നിരവധി പോലീസ് വകുപ്പിലുള്ള ആളുകൾ, നിരവധി എൻ്റെ സുഹൃത്തുക്കൾ അല്ലാത്ത ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ എന്നെ സമീപിച്ചിട്ടുണ്ട്. നിരവധി ഓഫറുകൾ എന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഭീഷണിയുടെ സ്വരം ഇപ്പോൾ രാഷ്ട്രീയ പൊതുപ്രവർത്തനം എന്ന രീതിയിൽ എൻ്റെ പാർട്ടി വളരെ വലിയ പിന്തുണയാണ് നൽകിയത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടി വളരെ ശക്തമായി എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നിരവധിയായിട്ടുള്ള പ്രലോഭനങ്ങൾ, ഈ പണമൊക്കെ വാഗ്ദാനം, ഞാനത് പറയുന്നില്ല. ഞാൻ 2 ആഴ്ച മുമ്പ് പോലും ഈ സമ്പത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പേരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് എനിക്ക് ആവശ്യമായ സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ നേരിട്ടത്, എൻ്റെ മരണം മുന്നിൽ കണ്ട ആളാണ് ഞാൻ. എൻ്റെ ശ്വാസം നിലച്ചു പോയി അവശനായി കിടന്ന ആളാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു ക്രിമിനലായ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു രൂപത്തിൽ പെരുമാറുന്ന ഒരു പോലീസുകാരനാണ്. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞാൻ ഈ പരാതി ജീവൻ നഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ അവിടുന്ന് മാറിയിട്ടുണ്ട്. പിന്നീട് കോഴിക്കോടേക്കൊക്കെയാണ് വന്നത്. കോഴിക്കോട് വന്നിട്ടൊരു ചെറുപ്പക്കാരനെ ഈ അമേരിക്കയിലൊക്കെ കണ്ട് വലിയ വിവാദമായതുപോലെ കഴുത്തിലേക്ക് ഇങ്ങനെ കൈമുറുക്കി ശ്വാസം മുട്ടിക്കുന്ന നീക്കമൊക്കെ ബൈജു നടത്തുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. ആ ബൈജുവിൻ്റെ പശ്ചാത്തലവും പരിശോധിക്കപ്പെടേണ്ടതാണ്. ശരി നവാസ്, ഇവിടെ അതിനേക്കാൾ ക്രൂരമായിരുന്നു. കാരണം ഈ എന്നെ ഉപദ്രവിച്ച SIയുടെ ഭാരം എന്ന് പറയുന്നത് എന്നെക്കാൾ 3 ഇരട്ടി. ശരി, എന്നെക്കാൾ 3 ഇരട്ടി ഭാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ നടുവിലൊക്കെ ചാടി ചവിട്ടുന്നതാണ്. എന്നെക്കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമാണ് ആ വേദന എന്ന് പറയുന്നത്. എൻ്റെ ഇടുപ്പിൽ 10-100 തവണ ചവിട്ടി, എഴിച്ച് വരുമ്പോഴൊക്കെ വീണ്ടും ചവിട്ടി താഴെയിട്ട് അദ്ദേഹം വല്ലാതെ ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ ആ കാല് വരെ പിടിച്ചു പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈജു ചെയ്തതുപോലെ അതിനേക്കാൾ ക്രൂരമാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെക്കാൾ 3 ഇരട്ടി ഭാരമുള്ള ഒരാൾ എൻ്റെ നടുവിൽ ചാടി വീണാൽ ആ SIയുടെ രൂപമൊക്കെ നമുക്കറിയാം. അത് എത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചു എന്നുള്ളത് അപ്പുറമാണ് എന്നുള്ളത്. ശരി, എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോ
എന്തായാലും ഒരു FIR എടുക്കുകയും തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുകയാണല്ലോ. കഴിഞ്ഞ 7 വർഷമായുള്ള ആ പോരാട്ടം തുടരുക. ഇപ്പോൾ പിന്നെ പാർട്ടിയും അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. മാത്രമല്ല താങ്കൾ പറയുകയുണ്ടായി താങ്കൾക്ക് പിന്തുണ പാർട്ടി നൽകുന്നുണ്ടായിരുന്നു എന്നും. ശരി നവാസ്, ഇവിടെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്, ഞാൻ റെജി ലൂക്കോസിനെ വ്യക്തിപരമായി പറയുകയല്ല, ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കുന്നവരെല്ലാം എത്ര പച്ച നുണയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അടൂര് തന്നെയുള്ളൊരു സംഭവം ഇന്നിപ്പോൾ പുറത്തു വരികയുണ്ടായല്ലോ. ഒരു വി ബാബു അല്ലേ, ഒരു പിന്നാക്ക ജാതിക്കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഈ പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് അടൂരിൽ നിന്ന് അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന SI നിന്നുണ്ടായ ദുരനുഭവം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോടൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം കൊടുത്ത പരാതികൾ എവിടെയൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ തന്നെ ഈ പറയുന്ന പട്ടികജാതി ഗോത്ര കമ്മീഷൻ, അതുപോലെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ SP, DYSP, നിയമസഭാ പെറ്റീഷൻ കമ്മീഷൻ, ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രീ ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു സെക്രട്ടറിയോടും ആശയവിനിമയം നടത്തി. ഈ പരാതി കൈപ്പറ്റിയതായുള്ള ഒരു അറിയിപ്പ് പോലും കിട്ടിയിട്ടില്ല ഈ ബാബുവിന്. മാത്രമല്ല ഈ പറയുന്ന പീച്ചിയിലെ സംഭവം അടക്കം ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ. ഈ വിവിധ വിവരങ്ങളിലെല്ലാം എല്ലാവരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമില്ലേ നവാസെ, ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്നിട്ട് ഈ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആരെ വിശ്വസിക്കും? ആർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാദഗതിയാണത്? അതാണ് ശ്രീ വേണു ഞാൻ പറഞ്ഞത്. ഇവർ നിരന്തരമായി കേരളത്തിലെ മലയാളികളെ വിഡ്ഢികളാക്കുകയാണ്. ഇനി ഈ പരാതികൾക്കൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ ഇവിടെ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉണ്ടാവും. നമ്മൾ അറിയാത്തത് പോലുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാൻ കഴിയും. ഇത് കേരളത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. മുഖ്യമന്ത്രി അറിയില്ല എന്ന് റെജി സാർ എത്ര പറഞ്ഞിട്ടും ഇടതുപക്ഷ സഹയാത്രികർ എത്ര വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ അത് അറിയാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഓരോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല ഒരു മുഖ്യമന്ത്രി അറിയോ? അപ്പൊ അത് മുഖ്യമന്ത്രി അറിയുമെന്നാണോ? ശരി, ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിയുമെന്നാണോ നിങ്ങളുടെ വാദം? ശരി റജി സാറേ, ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെന്നാണോ താങ്കളുടെ വാദം? 2023 ഇതൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെന്നല്ലേ താങ്കൾ പറയുന്നത്? ഞങ്ങൾ അത് അറിഞ്ഞിട്ടും നിശബ്ദനാണ് മുഖ്യമന്ത്രി. എത്രമേൽ അപകടകരമാണ് എന്ന് ആലോചിച്ചാൽ മതി. 2023 കേസിൽ എന്ത് നടപടി ഉണ്ടായി? കുന്നംകുളത്തെ കേസിൽ എന്ത് നടപടി ഉണ്ടായി? ബഹുമാനപ്പെട്ട സുഹൃത്ത് ഷമീർ നേരത്തെ എന്ത് നടപടി ഉണ്ടായി? സാറ് പറ, റജി സാറ് പറ, എന്ത് നടപടി ഉണ്ടായി? സാറൊന്ന് പറ. പീച്ചി വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടായത്? കുന്നംകുളം വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടായത്? കോഴിക്കോട്ടെ വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടായത്? നമ്മുടെ നേമത്തെ ശരീര വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടായത്? അദ്ദേഹം അറിഞ്ഞിരുന്നല്ലോ. 7 വർഷത്തിന് ശേഷം നടപടി ഉണ്ടാകേണ്ടത് ചർച്ച പറഞ്ഞല്ലേ? അതെ, എങ്ങനെയല്ല റജി സാറേ, അങ്ങ് പറയുന്ന വാദങ്ങൾ എത്രമേൽ ദുർബലമാണ് എന്ന് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടും. ഞാൻ റജി സാറിന് റെഫറൻസ് പറയാം. ശരി, സമയം കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി ഈ പറയുന്ന മൈക്കിനോട് പരിഭവം, മൈക്ക് കൊണ്ടുവരുന്ന ആളുകളോട് ദേഷ്യപ്രകടനം, ഇന്നിപ്പോൾ പാലക്കാട് ഒരു പരിപാടിയിൽ സദസ്സിൽ ആൾ കുറയുന്നതിനകത്തുള്ള അസഹിഷ്ണുത, ഇതൊന്നുമല്ല അടിയന്തരമായി അദ്ദേഹത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ കേൾക്കാൻ സദസ്സിൽ ഇനിയും ആൾ കുറയുന്ന സാഹചര്യം വരാതിരിക്കണമെങ്കിൽ കേരളം ഇന്ന് ഏറ്റവും ആശങ്കയോടെ കാണുന്ന കാര്യത്തിൽ വ്യക്തമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രതികരണം ആ നാവിൽ നിന്ന് തന്നെ ഉണ്ടാകണം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും